നമ്മുടെ മുംബൈ വ്ളോഗ്സിൻ്റെ മുൻപത്തെ വീഡിയോയിലെ ദുർഗാദേവിയെയും മെത്തേഡിസ്റ്റ് ചർച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ നമ്മളുടെ ഐക്കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം തുടർന്ന് കണ്ടാൽ നന്നായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനും കെട്ടിയോളും നടന്ന് നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ ഇന്ത്യ ഗേറ്റിൻ്റെ കവാടത്തിലെത്തി. അന്ന് അവധി ദിവസമാണ്, ദസറ ടൈമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ആൾ തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല നല്ല സെക്യൂരിറ്റിയും അവിടെ കൂട്ടിയിട്ടുണ്ട്. കാരണം അതിനകത്ത് എന്തോ ഒരു വലിയ ഫംഗ്ഷനും നടക്കുന്നുണ്ട്. സ്റ്റേജൊക്കെ കെട്ടി അവിടെ ഒരുപാട് VIP പോലീസ് അകമ്പടിയോടുകൂടെ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ പല ഫങ്ഷൻസും നടക്കുന്നതും കാഴ്ചയിൽപ്പെട്ടു. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന സാധനം ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. മുംബൈയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ അറിവിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇന്ത്യ ഗേറ്റ് മുംബൈയിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും നമ്മുടെ മുംബൈ വ്ളോഗ്സിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഇന്ത്യ ഗേറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതി ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആചാര ബാഹുത്വം ആയാലും ആ ഒരു വലുപ്പം ആയാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴുണ്ടാകുന്ന നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു വണ്ടർ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ വണ്ടർ അടിച്ചിട്ട് നമ്മൾ നടക്കുന്നത് പൊരി വെയിലത്താണെങ്കിൽ കൂടിയും അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഒരു ടയേർഡ് ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടില്ല. മാത്രമല്ല ചുറ്റും കടലായതുകൊണ്ട് തന്നെ അല്പം കാറ്റൊക്കെ നമുക്ക് ഇടയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. അതൊരാശ്വാസമാണ് ഈ പൊരി വെയിലത്ത്. തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യക്കാരും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മഹത് സംഭവം തന്നെയാണ് മുംബൈയിലെ ഈ ഇന്ത്യ ഗേറ്റ്. ഇവിടെ വന്നാൽ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ താജ് ഹോട്ടലും കാണാം, താജ്മഹൽ ടവർ അംബരചുംബിയെയും കാണാം. ഇവയെല്ലാം നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്, ആ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അടുത്തടുത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ചിന്തിച്ചത് ഇത് എല്ലായിടത്തും ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ സമയം ഇനിയും ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ലഭിക്കുമെന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിതൊക്കെ കണ്ട് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. ഇന്ത്യ ഗേറ്റ് കണ്ട് മനസ്സും കണ്ണിനും കുളിർമയും സംതൃപ്തിയും നൽകി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ മുംബൈ വ്ളോഗ്സിലെ വീഡിയോസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിന് മനോഹരമായ മികച്ച വീഡിയോസ് ഇനിയും വരാനുണ്ട്. തീർച്ചയായിട്ടും തുടർന്ന് അതും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. മുംബൈയിലെ മറ്റു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ മുൻപിട്ട വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.